കറിനാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം കറിനാരങ്ങ എടുത്തിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ വീതം, 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, നല്ലെണ്ണ, വെള്ളം ആവശ്യത്തിന്. നമ്മൾ കടായിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിനാരങ്ങ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നാരങ്ങ ഒന്ന് തണുക്കാനായിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാരങ്ങ ഒട്ടും വെള്ളമയമില്ലാതെ ഒരുണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം. നാരങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങ അരിയുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നമുക്കൊരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം പാകത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് തിളപ്പിക്കാം. ഇതെല്ലാം കൂടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. നമുക്കതിന് ശേഷം നാരങ്ങ ചേർക്കാം. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാരങ്ങ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഈ വെളുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കണം.